ഫിഷിംഗ് റോഡിന്റെ ഐഡിയ അടിപൊളിയായിട്ടുണ്ട്. സിമ്പിൾ ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ ബോറിംഗ് പരിപാടിയാ. മാഗ്നറ്റിക് ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പതുക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചാ മതി. അതുള്ള സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ മാഗ്നറ്റിൽ ഒട്ടി പിടിച്ച് പുറത്തേക്ക് വരും. നോക്കിക്കോ ആർക്ക് എന്ത് കിട്ടുന്നു എന്ന്. എന്താ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. വലിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, ഇതെന്താ നിധിപ്പെട്ടിയോ? ഇതില് വല്ല സ്വർണ്ണം ഉണ്ടാകും. വേഗം തുറന്ന് നോക്ക്. സെൻട്രലയുടെ ഒരു സാൻഡൽ ഇവിടെ ഉണ്ട്. ഇതിന്റെ പേർ പീസ് എവിടെ ഉണ്ടെന്ന് നോക്ക്. മര ഇതിട്ടുണ്ട്. നീ സെൻട്രലെ പോലെ ഏതെങ്കിലും പ്രിൻസസിന്റെ പാർട്ടിക്ക് പോ. മാജിക് പവർ യൂസ് ചെയ്ത് ഞാനിത് പുതുതാക്കി മാറ്റും. പിന്നെ ഇതിന്റെ പേരും ഞാൻ റെഡിയാക്കും. എന്നിട്ട് ഞാനിത് ഇടും. ജന്തർ മന്തർ കാലിക്കല്ലന്തർ. ഇതെന്തിനാണ് തല്ലുന്നത്? മര ഞാനാണ് രുദ്ര. രുദ്ര വരൂ, ഈ കൂടിനകത്തേക്ക് വരൂ. നിന്നെ ചെറുതാക്കി ഇതിനകത്തേക്ക് ഞാൻ ഇട്ടേക്കാം. നീ എന്താ ഈ ചെയ്യുന്നത്? സോറി, ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാ, പക്ഷെ ഉഴപ്പി. പ്ലീസ് ഇനി ഇങ്ങനത്തെ ഹെൽപ്പ് ഒന്നും ചെയ്യരുത്. നന്ദിയുണ്ട് കുട്ടി. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത്. ഓഹോ, അപ്പൊ അതാണോ കാര്യം? എന്നാ ശരി, ഇതാ പിടിച്ചോ. ബൂം ചിക് ചിക് ബൂം. മൈരാ, നീ എന്താ ഈ കാണിച്ചത്? രക്ഷിക്കൂ. സോറി, ഇപ്പൊ എന്താ ചെയ്യാ? വേഗം വേഗം എത്രയും പെട്ടെന്ന് ഫൈറ്റർ പ്ലേസ് ഉണ്ടാക്കണം. ഞാനിത് റെഡിയാക്കി കഴിഞ്ഞു. ഓ, നീ എന്താ ഈ ചെയ്തത് മൈര? ഓഹോ മൈര, നീ ഉണ്ടാക്കിയത് ഫൈറ്റർ പ്ലെയിൻ അല്ല, പുഷ്പക വിമാനമാണ്. അവരുടെ മേലെ അത് പൂക്കൾ വിതറുകയാണ്. സോറി, ഞാൻ വേഗം ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കാം. ഓ, നീ ഒന്ന് വെറുതെ ഇരുന്നാ മതി, അതെന്നെ വലിയ ഉപകാരമായിരിക്കും. വാ, കലക്കി. പ്ലീസ് ആയിരിക്കാൻ മാത്രം ശ്രമിക്കരുത്. ജന്തർ മന്തർ കാലിക്കലന്തർ. നീ എന്താ ഈ ചെയ്തത് മൈര? ഛൻ പകയ്യ, നിന്റെ ശക്തി എന്റേതാകും. വരുൺ, അവന്റെ പവർ നേരിടാനായി നമ്മൾ രുദ്രയെ സഹായിച്ചേ പറ്റൂ. ജന്തർ മന്തർ ജാദു കലന്തർ.